എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ചക്ക പഴയ ചക്കയൊന്നുമല്ല, ചക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ചക്ക ഇങ്ങനെ കൊത്തൻ ചക്ക ആകുമ്പോഴത്തേന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പൊന്നും വില തന്നിട്ട് കൊണ്ടുപോകാറാണ് പതിവല്ലേ. അന്നേരം ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്ക കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിച്ചവർക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു കിടില റെസിപ്പി തന്നെയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ചക്കയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവാൻ കാരണവും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അല്ലേ. മിക്ക ആൾക്കാരുടെ ഫേവറേറ്റ് ആണ്, എൻ്റെയും ഒരുപാട് ഫേവറേറ്റ് ആണ് ചക്ക. അധികം വിളയാത്ത ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചക്ക വൃത്തിയാക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരും എല്ലാവരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് ഈ ഒരു ചക്കയരക്ക്. മണ്ണെണ്ണ ഇപ്പോൾ കിട്ടാറുമില്ല. അന്നേരം എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ചകിരി അല്ലെങ്കിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും അത്ര കണ്ട് ആ ഒരു ചക്കയരക്കൊന്നും മാറി കിട്ടത്തില്ല. ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം നനവ് തേച്ചതിന് ശേഷം ആ അരക്ക് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റിക്കളയാവുന്നതാണ്. അത് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കരിമുള്ളെല്ലാം നമ്മൾ ചെത്തിക്കളയാണ് ചെയ്യുന്നത്. ചക്കയുടെ ഒന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു കരിമുള്ള മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി. അത്രയേറെ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് ഈ ഒരു ചക്ക. നമ്മൾ ചക്കയുടെ കരിമുള്ളൊക്കെ ചെത്തി മാറ്റിയിട്ട് അതിനെ ഇതേ രീതിയിലൊന്ന് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചീനച്ചട്ടിയിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടപ്പ് വെച്ചിട്ട് വേവിക്കണം. വെന്തങ്ങ് അളിയേണ്ട ആവശ്യമില്ല. പകുതിയിൽ മേലെ വേവായി കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. കുക്കറിൽ വേവിക്കുന്നവരാണെങ്കിൽ ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. നമുക്കിതിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പം തന്നെ അതിങ്ങനെ ഞെക്ക് കൊള്ളുന്നൊരു പരുവം. എന്താണ്ട് ഇതുപോലെ ആ ഒരു സ്പൂണും വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അതിങ്ങനെ അതിൽ കൊള്ളുന്നുണ്ട്. അന്നേരം അതിങ്ങനെ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പൊടിച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചതച്ചെടുക്കുന്ന സമയത്ത് ഇതെല്ലാം സെപ്പറേറ്റ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പിയുടെ ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ്. അന്നേരം ഇപ്പോൾ ഈ ഒരു പരുവത്തിന് മതി. ഇനി അതിനെ നമുക്ക് അതിൽ നിന്ന് വെള്ളമെല്ലാം മാറ്റിയിട്ട് എടുക്കാം. അതിൽ വെള്ളമെല്ലാം വാർന്നു വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ മിക്സിയുടെ കുഞ്ഞു ജാറിൽ അല്ലെങ്കിലോ വലിയ ജാറിലോ ഇട്ടതിന് ശേഷം ഒന്നൊന്ന് ചതച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കുഴവിയുണ്ടല്ലോ, ഇടികല്ലിൻ്റെ കുഴവിയോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയുടെ കുഴവിയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്താലും മതി. ഞാനിപ്പം മിക്സിയുടെ ജാറിൽ ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണം. കുറച്ച് ഓട്സ് മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് നമ്മൾ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 റെസിപ്പികളാണ് തയ്യാറാക്കുന്നത്. മിക്സിയുടെ ജാറിൽ ആ ഒരു ഓട്സ് ഒന്നൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൗഡർ ഇതിലോട്ട് പോകണ്ട, ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഒന്നൊന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇത് കുഴഞ്ഞു പോകരുത്. കുറേശ്ശെ രീതി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടൊന്ന് കറക്കി എടുക്കേണ്ടതാണ്. അന്നേരം ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മാവിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ കുഞ്ഞു ജാറിൽ നേരത്തെ മിക്സിയിൽ ചതച്ച് വെച്ചതായിട്ടുള്ള നമ്മുടെ ചക്കയുടെ ആ ഒരു കൂട്ടും അതിലേക്ക് ഓട്സും കൂടെ ചേർത്തിട്ട് ഇവ രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പുട്ടിൻ്റെ പരുവത്തിൽ. അന്നേരം നമ്മൾ ഈ എല്ലാ മാവിനെ അതേ രീതിയിൽ പെട്ടെന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചക്ക ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഓട്സും ചക്കയും കൂടെ മാത്രമാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ വിളഞ്ഞ ചക്കയും നമ്മളിതുപോലെ പാതി വേവായിട്ട് ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്കയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിൽ ചക്ക ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനൊരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ രുചികളിൽ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിൽ
ഇതിലേക്ക് ഇനി നമ്മൾ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. കടുകിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അരി, ഉഴുന്ന് അങ്ങനത്തെ ഉള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പം ഞാൻ കടുക് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വറ്റൽമുളക്, പിന്നെ അതിനോടൊപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ളത് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ചെറിയ തീയിലിട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ കറക്റ്റ് രീതിയിൽ അധികം ഒന്നും കരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞേക്കുന്നതാണ്. അതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെയും കൂടെ പച്ച രുചി ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം വഴണ്ട് വന്നതിലേക്ക് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇത് ഒരുപാട് എരിയുള്ളൊരു റെസിപ്പിയല്ല. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് എരി വേണം എന്നുള്ളവരാണെങ്കിൽ എരിയുടെ അളവ് കൂട്ടാം. ഇത്ര എരി വേണ്ടെങ്കിൽ എരിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെയൊക്കെ പച്ച രുചി മാറി വരുമ്പം നമ്മളിതിലേക്ക് ചതച്ച് വെച്ചതായിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുത്തി ഇളക്കണം. എല്ലാ ഭാഗത്തും എരിയൊക്കെ നല്ലപോലെ ഈ ഒരു മസാല പിടിക്കാനും വേണ്ടിയാണ്. ചക്ക നമ്മൾ ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം അവസാനം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയതിന് ശേഷം എന്നിട്ട് നല്ലപോലെ ചെറിയ തീയിലിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല പോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം അത് കറക്റ്റ് ഒരു പരുവാവണം. ഈ ഒരു പരുവമായി കഴിയുമ്പോഴത്തേന് അതിൻ്റെ നടുക്ക് ഇതുപോലൊരു സ്പേസ് ഒപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഒന്നിലധികമോ മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്രയും ചക്കയ്ക്ക് ഈ ഒരു മുട്ട മാത്രം മതി. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ കൂട്ടി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ആ ഒരു മുട്ട ഈ ഒരു ചക്കയുടെയും ഈ ഒരു മസാലയുടെയും എല്ലാ ഭാഗത്തും എത്തണം. എന്നാൽ മാത്രമേ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ചെറിയ തീയിലിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു പറയുന്ന ഒരു കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ. ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടില റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് നല്ല പോലെ നമ്മൾ ഈ ഒരു മുട്ട ഇതിൻ്റെ എല്ലാ ഭാഗത്തെത്താനും വേണ്ടി നല്ലപോലെ കൂട്ടി ഇളക്കുന്നുണ്ട്. കൂട്ടി ഇളക്കിയതിന് ശേഷം ആ ഒരു മുട്ടയുടെ ആ ഒരു നനവൊക്കെ മാറി ഒരു ഡ്രൈ രീതിയിലോട്ട് ആവുന്ന സമയത്ത് നമ്മളിതേക്ക് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങയെന്ന് പറയുമ്പം നമ്മൾക്ക് എത്രത്തോളം ചക്ക എടുത്തിട്ടുണ്ട് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കൈക്ക് 2 പിടി തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിക്കൂട്ട് തന്നെയാണ് ചക്ക ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഈ ഒരു തേങ്ങ ചേർത്തതിന് ശേഷം കൂട്ടി ഇളക്കുക. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചക്ക കഴിക്കാൻ മടിയുള്ളവർ കാണുമല്ലോ. ചക്ക പച്ചയ്ക്ക് കഴിക്കാനാണെങ്കിലും ചക്കയുടെ ഗുണങ്ങൾ അറിയാം, പക്ഷേ ചക്ക ഇഷ്ടമല്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും കഴിച്ചു പോകുന്ന വീണ്ടും വീണ്ടും കഴിച്ചു പോകുന്ന ഒരു കിടില റെസിപ്പി തന്നെയാണ് കേട്ടോ. അതിന് അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി അതെല്ലാം നമ്മൾ ചിക്കി തോത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി അല്ലെങ്കിൽ നല്ല മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പം ഇതിലേക്ക് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ഈ കുരുമുളക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലപോലെ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചായിട്ടുള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക. ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് അതിൽ ഇച്ചിരിയെങ്കിലും വെള്ളം നനവുണ്ടെങ്കിൽ അതെല്ലാം വറ്റി നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. എന്നാൽ മാത്രമേ അതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ചെറിയ തീയിലവിടെ കിടന്നോട്ടെ. ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പുട്ട്. ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചക്കയും ഓട്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ ആ ഒരു മിക്സിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അന്നേരം നമുക്കടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. തേങ്ങ ചേർക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ സാധാരണ പുട്ട് പുഴുങ്ങുമ്പോൾ തേങ്ങ ഇടുന്നൊരു പതിവുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് കേട്ടോ. ഈ ഒരു ചക്കയും ഈ ഒരു ഓട്സും മാത്രം വെച്ചിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ്. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പാത്രത്തിലോട്ട് മാറ്റാം. നല്ലൊരു മണമാണ് കേട്ടോ. ഓട്സ് പുട്ട് പൊതുവേ എനിക്കിഷ്ടമാണ്. അതിനോടൊപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്കയും കൂടെ ചേരുമ്പോഴത്തേന് കിടിലൻ ഒരു ടേസ്റ്റ് തന്നെയാണ്. ചക്ക ചിക്കി തോത്തിയതെന്ന് വേണമെങ്കിൽ പറയാം ഇടിച്ചക്ക.
അത്രയ്ക്ക് ടേസ്റ്റുള്ള നമ്മുടെ ഈ ഒരു റെസിപ്പി ഈ രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം എൻ്റെ വീട്ടിൽ മോനൊന്നും ചക്ക കഴിക്കാറേ ഇല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റോട് കൂടി ഒരുപാട് കഴിച്ചു. ഇത് അവസാനമാണ് ചക്കയാണെന്ന് പറഞ്ഞത്. കാരണം അത് നമ്മൾ സാധാരണ ഇടിച്ചക്ക കഴിക്കുന്നൊരു ടേസ്റ്റ് അല്ല ഈ ഒരു റെസിപ്പിക്ക്. അതിനോടൊപ്പം ഒരു പുട്ടും കൂടെ ചേരുമ്പോഴത്തേന് നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യത്തിൽ കഴിക്കാം. ഷുഗർ എന്നല്ല, ഏത് അസുഖക്കാർക്കും ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്ന രണ്ട് രുചിക്കൂട്ടുകളാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപാര ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്നത് പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.